ഫസ്റ്റ് ആണ് ഈ കസേര പൊക്കി എടുക്കുക. അങ്ങനെ റൂം എടുത്തല്ലേ? ആ റൂമിൽ പരിപാടി. ഇവിടെ ഇപ്പൊ അടയ്ക്കുന്നത് എങ്ങനെയാ? ലോക്കില്ല. ലോക്കില്ലേ? ഇല്ല, താഴെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ എങ്ങും ഇല്ല. ഇപ്പൊ വെളിയിൽ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ തുറക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഈ സംഭവം തിരിച്ച് എന്നാലും തുറന്നു വരും. എന്നാലും ഇവിടെ തുറന്നു വരും. പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, പക്ഷെ ഇത് വെച്ച് തുറക്കാൻ പറ്റുമോ നോക്കാം. അതൊന്ന് അടക്കണേ. അടച്ചിട്ടൊന്ന് ലോക്ക് ചെയ്തേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ സംഭവം ഇട്ടോ? ആയിട്ട് ഈസി ആയിട്ട് തുറന്നു വരാൻ പറ്റും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ. അങ്ങനെ തുറക്കാൻ പറ്റും. അപ്പൊ പണിയാണല്ലോ. അപ്പൊ ശരിക്കേ ഫാമിലിയൊക്കെ ഇവിടെ വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിനെ എപ്പോഴേ നമ്മൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഫാമിലി ആയിരിക്കും, ചിലപ്പം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ വെളിയിൽ നിന്ന് ഒരാൾക്ക് വന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് 12 മണിയായപ്പോൾ ഇറങ്ങി. ഇവിടെ ഏകദേശം ഒരു 10-11 രാത്രിയായി എത്തിയപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്, നമുക്ക് ക്ഷീണമാണ്, എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം. ഹോട്ടൽ ഒരുപാട് നോക്കി, എങ്ങും കിട്ടിയില്ല. അവസാനം ശനി ഞായറൊക്കെ വേണ്ടി തിരക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കിട്ടി. 3500 രൂപയാണ് പറഞ്ഞത്. ഇവിടുത്തെ റേറ്റ് ഒന്ന് കേട്ടാ ഞെട്ടിപ്പോവും. നമ്മുടെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു 2500 രൂപയ്ക്കും ഒക്കെ നല്ല റൂം കിട്ടും. ഇത് 3500 രൂപയാണ്. പക്ഷെ നമ്മൾ ആ റേറ്റ് കൊടുത്ത് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്കില്ല. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്കൊരു നിഗൂഢത. അപ്പോൾ ആ നിഗൂഢതയൊക്കെ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈഫും കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു റൂമിൽ പെട്ടുപോയി. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് തുറക്കാൻ പറ്റും, നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നോക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത്, വെളിയിൽ നിന്നൊന്നും നമുക്ക് കൊണ്ടുവരാനും ഒക്കത്തില്ല. വെളിയിൽ നിന്ന് കൊണ്ടുവരാനും ഒക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ജനലുകൾ ഉണ്ടാവും. ഇതിപ്പോൾ നേരം വെളുത്തു കേട്ടോ, ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണിന്ന് പറയുന്നത്. ഇത് തുറന്നായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ലോക്ക് മാറി നിൽക്കായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ലോക്കാക്കുക. ഈ ഒരു സംഭവം ലോക്ക് ചെയ്തു. പിന്നെ നോക്കേണ്ടത് ഈ റൂമിൽ എന്തുണ്ട്. നമുക്ക് ഒരു ചെറിയ മേശയുണ്ട്, ഒരു ജഗ്ഗുണ്ട്, മറ്റേ കെറ്റിൽ വെള്ളം തിളപ്പിക്കാനുള്ളതുണ്ട്, TV ഉണ്ട്, ഒരു കസേര ഉണ്ട്, പിന്നെ ബാത്റൂം ഉണ്ട്. ഇത്ര സെറ്റപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ കുറുവാ സംഘത്തിന് പണി കൊടുത്തൊരു പണി നമുക്ക് ഇവിടെയും ചെയ്യാം. കാരണം ഇനി എങ്ങാനും ഏതെങ്കിലും ഒരുത്തൻ ഇത് തുറന്നു വന്ന് നമ്മുടെ ലഗേജോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒക്കെ എടുക്കാൻ രാത്രി നമ്മൾ ഉറങ്ങിപ്പോലോ, ആ സമയത്തൊന്ന് എടുത്താൽ എന്ത് ചെയ്യും? നമുക്കിവിടെ പരാതിയെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് ഈ കസേര പൊക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് വെക്കുക. അങ്ങനെ ചേർത്തങ്ങ് വെക്കണം. ഇവിടെ ചേർത്ത് വെക്കുക. ചേർത്ത് പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഇടണം. എന്നുവെച്ചാൽ പുള്ളി തുറക്കണം. ചെറിയൊരു ഗ്യാപ്പ്, ഇങ്ങനെ തുറന്നിങ്ങനെ വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ്. എന്നിട്ട് ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഒരു ജഗ് ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്ത കാര്യം കേട്ടോ. അതെ, ഇത് ചിലർക്ക് കാണുമ്പോൾ കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഈ ഒരു ചെറിയ കാര്യം വലിയൊരു കാര്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലർക്ക് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷേ ഇത് കോമഡി അല്ലാതെ എടുക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും. എന്നിട്ട് ഇതില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ വെക്കുക. തൊട്ടില്ല എന്നുള്ള രീതിക്ക് വെക്കുക. തീർച്ചയായിട്ടും സ്റ്റീൽ പാത്രം പോലുള്ള ആയതുകൊണ്ട് തുറക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് താഴെ വീഴുമെന്ന് നമുക്ക് നോക്കാതെ ഞാൻ സന്തോഷയുടെ പുറത്തുനിന്ന് തുറന്ന് കാണിക്കണം. തീർച്ചയായിട്ടും. അതെ, നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേട്ടാ തുറന്നോ. അപ്പോൾ ഇങ്ങനെ തുറക്കുവാണ് ഒരാൾ. എങ്ങനെയാലും ജസ്റ്റ് ഒന്ന് തുറന്നേ ഉള്ളൂ, അപ്പൊ തന്നെ ഈ സാധനം താഴെ വീണ്. തീർച്ചയായിട്ടും നമുക്ക് ഉണരുകയും ചെയ്യാം. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇത് തമിഴ്നാട് പോലെ നമ്മുടെ സ്ഥലം പോലെ അല്ല. ഇത് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളുടെ കാര്യമല്ല പറഞ്ഞത്. നമ്മൾ പുറത്തെ സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു വെക്കാം. ഇതുപോലത്തെ ഡോറുകളുടെ അവിടെ ഈ ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവം ചെയ്തു വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണരാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും അത് ഇതായിട്ട് കയറിയാൽ പോലും നമ്മുടെ ബാഗ്, നമ്മുടെ വിലപിടിപ്പ് സാധനങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ കിടക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നലെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയത്. വണ്ടിയുടെ താക്കോലാണെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും.